ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും BKMൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലഹരി ഉപയോഗിക്കുന്ന എൻ്റെ അനിയന്മാർ, എൻ്റെ ചേട്ടന്മാർ, അനിയത്തിമാർ എല്ലാവരും ലഹരി ഉപയോഗിക്കുന്ന നിർത്തണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ തിരിച്ചറിയാത്ത ഈ ലഹരി നമുക്ക് വേണോ? അത് നമുക്ക് വേണ്ട മക്കളെ, അത് നമുക്ക് നിർത്തണം. അതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും, എല്ലാ അനിയന്മാരോടും അഭ്യർത്ഥനയാണ്, ലഹരി നിർത്തണം. ലഹരി ആപത്താണ്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഈ വീഡിയോ പരിചയപ്പെടുത്തുന്നത് സൈനുദ്ദീൻ സാറിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം പ്രവാസിയായിരുന്നു, ബഹ്റൈനിൽ ജോലി ചെയ്യായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കേജ് നിർമ്മിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നരിക്കുനിയിൽ ഒരുപാട് ഫാം, കോഴികളൊക്കെ വളർത്തുന്ന നല്ല അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ കേജ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ 3 നിലകളുള്ള 3-4 ഉള്ള ഒരു കേജ് നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൽ 2 നിലകളിൽ കോഴികളാക്കാനും 1 നിലകളിൽ കോഴിക്കുഞ്ഞുങ്ങളെ 2 മാസം 3 മാസമൊക്കെ വളർത്താൻ പറ്റാവുന്ന നല്ല കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 ഫ്ലോറാണ്. ഫസ്റ്റായിട്ടാണ് നമ്മളിത് ഈ നിലത്തിലിറക്കുന്നത്. ഇതുവരെ 2 ഫ്ലോർ നമ്മൾ ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത് 3 ഫ്ലോറാണ്. അപ്പോൾ അതിന് ഒരുപാട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേക്ക് അടിക്കുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് 6 ഫൂട്ടാണ് വരുന്നത്. 6 ഫൂട്ട് ലെങ്ത്താണ് വരുന്നത്. വീതി വരുന്നത് 3 ഫൂട്ടാണ് വരുന്നത്. 3 ഫൂട്ടാണ് വീതി വരുന്നത്. ഹൈറ്റ് വരുന്നത് ഓരോ ഫ്ലോറിനും 2 അടി 2 അടി 2 അടി. ഇതിന് മുകളിൽ വരുന്ന കേജിന് 1 അടി മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ ലെഗിന് നമ്മൾ 1 അടി കൊടുത്തിട്ടുണ്ട്. കാലിന് കൊടുത്തിട്ടുള്ള 1.25 സ്ക്വയർ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ഇഞ്ച് സ്ക്വയർ പൈപ്പ്, 3/4 ഇഞ്ച് സ്ക്വയർ പൈപ്പ്, 16 kg. അതുപോലെ തന്നെ അപ്പോള പൈപ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. 10 kg നെറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിലടിയിൽ ഒരു ഫ്ലോറ് നമ്മൾ ഇവിടെ ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുട്ട വരുന്നതിനും കോഴിക്ക് ഫുഡ് വെച്ച് കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റാവുന്ന തരത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മുട്ട പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെക്സിങ് കൊടുത്തിട്ടുണ്ട്. 2 ട്രേകളാണ് നമ്മൾ ആദ്യം അടിയിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറിലും നമ്മൾ പാർട്ടി ഫുഡ് വയ്ക്കാനും അതേപോലെ തന്നെ മുട്ട പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, മുട്ട കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡോറ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3ാമത്തെ നിലയിലും ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മുട്ട വരുന്നതിനും അതുപോലെ തന്നെ മുട്ട പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ വെച്ചിട്ടുള്ളത്. ഇത് കാടകൾക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. കോഴിക്കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഈ കാടകളേനെ വേണമെങ്കിൽ ഈ ഫ്ലോറിൽ കാടകളേനെ വളർത്താൻ പറ്റാവുന്ന തരത്തിലാണ് നമ്മൾ അതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടിയിൽ നമ്മൾ 25 കോഴികളെ ആക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കോഴിയുടെ മുട്ട വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സോപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡോറാക്കാനും റൂമാക്കാനും അത് ഹാളാക്കാനും കഴിയുന്ന നല്ല ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ള് നെറ്റ് ബോൾട്ട് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് നെറ്റ് ബോൾട്ടാണ് സാധനം. ഊരെടുത്തിട്ട് പീസായിട്ട് വിറ്റാൻ പറ്റാവുന്നതാണ്. അതുപോലെ തന്നെ വെള്ളത്തിന് ഇവിടെ നമ്മൾ 10 നിപ്പിൾ ലിങ്കർ കൊടുത്തിട്ടുണ്ട്. ഫുഡിന് ഇവിടെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെറ്റ് കൊടുത്തിട്ടുണ്ട്, ഫുഡ് വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കസ്റ്റമർ ചോദിക്കാറുണ്ട്, ഇത് എന്തിനാണ് നെറ്റ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മേലെയും നമ്മൾ 25 കോഴികൾക്ക് വേണ്ടിയിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത്. റൂമാക്കാനും ഹാളാക്കാനൊക്കെ പറ്റും. മുട്ട ഇങ്ങോട്ടേക്ക് വരും, പൊട്ടാതിരിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ നെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിപ്പിൾ ലിങ്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഊരി എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു തരത്തിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാം ഊരിയെടുക്കാൻ കഴിയും. അപ്പോൾ മേലെയും ഏറ്റവും കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സജ്ജീകരണം റെഡിയാക്കിയിട്ടുള്ളത്.
ഇതൊരു 50 കുഞ്ഞുങ്ങൾക്ക് നിർത്താൻ പറ്റാവുന്ന സൗകര്യമാണ്. അപ്പോൾ ടോട്ടൽ അടിയിൽ 50, 25, 25, 50 ഇവിടെ കുഞ്ഞുങ്ങൾക്ക് 50 സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് സാധനം നമ്മൾ എടുത്ത് ഊരി വെക്കാൻ പറ്റുന്നത് തന്നെയാണ് സെറ്റാക്കിയിരിക്കുന്നത്. നമ്മൾ ടാങ്ക് ഏറ്റവും വലിയ ടാങ്കാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ എയർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടാങ്കിൽ ഇവിടെയാണ് വെള്ളം വരിക. അതുപോലെ തന്നെ റൂഫ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഹൈറ്റിലാണ് റൂഫ് കൊടുത്തിട്ടുള്ളത്. 3.5 ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത് റൂഫിന്. നല്ല ഹെവി സാധാണ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മളെ കേജുകൾ സ്ട്രോങ് കേജുകളാണ് നമ്മളെത്തുള്ളൂ എന്നുള്ളത്. അമ്പത് കോഴികളെ ആക്കാനും 50 കുഞ്ഞുങ്ങളാക്കാൻ പറ്റാവുന്ന ഒരു കേജാണിത്. അപ്പോൾ എപ്പോഴും പറയാറുണ്ട് നല്ല കേജ് സ്ട്രോങ് കേജുകളാണ് നമ്മളെത്തുള്ളത്. ലോക്കലായിട്ടുള്ള സാധനങ്ങളില്ല. അപ്പോൾ ഏത് കേജാണ് വേണ്ടിച്ചെങ്കിൽ ഈ കേജാണ് വേണ്ടിച്ചെങ്കിൽ ഇതിൻ്റെ ലിങ്ക് അയച്ചു തന്നാൽ അതിൻ്റെ റേറ്റ്, ഡെലിവറി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക, അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ സുഹൈലിനോടൊപ്പം സുനിൽ വളയംകുളം സൈനിങ് ഔട്ട്.